ഹായ്, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് രാധോസ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചാലോ എന്ന്. വീഡിയോ കാണിക്കുകയും ചെയ്യാം, ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യാം. ഇന്നത്തെ തലമുറ സമയോചിതമായിട്ട് അല്ലെങ്കിൽ അവസരോചിതമായിട്ട് നൈസായിട്ട് ഒഴിവാക്കുന്നൊരു കാര്യമാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതും പോഷക സംബന്ധമായിട്ടുള്ള ആഹാരമാണ് നമ്മൾ രാവിലെ കഴിക്കേണ്ടത് തന്നെ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും തിരക്ക് പിടിച്ച സമയമാണ് രാവിലെ എന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറുമുണ്ട്. കാരണം നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സമയം ലാഭിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യമല്ലേ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കേണ്ടതല്ലേ, പിന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അവസരോചിതമായിട്ട് ഒഴിവാക്കുന്നൊരു കാര്യമാണ്. അത് ഒഴിവാക്കിയിട്ട് സമയം ലാഭിക്കാൻ നോക്കുന്നത് ഈ പ്രഭാത ഭക്ഷണത്തിലൂടെയാണ്. അങ്ങനെ നിസ്സാരമായിട്ട് ഒഴിവാക്കപ്പെടുന്ന ഈ പ്രഭാത ഭക്ഷണത്തിൽ നിന്നും ഒരു ദിവസത്തെ ഉന്മേഷവും ഊർജവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മളിങ്ങനെ ഒഴിവാക്കി കളയുന്നത്. നമുക്ക് ആവശ്യമുള്ള ഊർജത്തിൻ്റെ ഏകദേശം ഒരു 40% ലഭിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഉപവാസത്തിന് ശേഷമുള്ള ആഹാരം എന്ന് വേണമെങ്കിൽ പ്രഭാത ഭക്ഷണത്തെ പറയാം. ഏകദേശം 6 മുതൽ 10 മണിക്കൂർ വരെയും നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലേ രാത്രിയിൽ. ആഹാരം കഴിക്കാതെ ശരീരം ഊർജത്തിനായി കാത്തിരിക്കുന്ന സമയമാണ് രാവിലെ എന്ന് പറയുന്നത്. നമ്മുടെ തിരക്കിൻ്റെ കൂട്ടുപിടിച്ച് നൈസായിട്ട് നമ്മൾ ആ പ്രഭാത ഭക്ഷണത്തെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആവശ്യപ്പെടുന്ന രാവിലത്തെ പ്രഭാത ഭക്ഷണത്തെ നമ്മൾ ഒഴിവാക്കി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അലസത, തലവേദന, മന്ദത, ഇങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നാണ് പ്രഭാത ഭക്ഷണം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഈ പ്രഭാത ഭക്ഷണം കഴിക്കാത്തത് ഒരു കാരണം തന്നെയാണ്. പെട്ടെന്ന് ദഹിച്ച് ഊർജം നൽകുന്ന ഭക്ഷണ ഇനങ്ങളാണ് നമ്മൾ കൂടുതലും പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അരിയും ഉഴുന്നും ചേർത്തുണ്ടാക്കുന്ന ദോശയിൽ ആവശ്യത്തിന് അന്നജം അടങ്ങിയിട്ടുണ്ട്. ആവിയിൽ പുഴുങ്ങുന്ന ഇഡ്ഡലി, അതും പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവയ്ക്കൊന്നും എണ്ണ അധികം ആവശ്യവുമില്ല. ഇവ കഴിക്കുമ്പോൾ എന്തെങ്കിലും പച്ചക്കറി ഉൾപ്പെടുത്തിയിട്ടുള്ള കറികൾ കൂട്ടി കഴിക്കാൻ ശ്രമിക്കുക. എന്താ ചെയ്യുക, പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കും ഇല്ലേ, തേങ്ങാ ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാക്കും. മാക്സിമം നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറി വെച്ചിട്ട് പച്ചക്കറി ഉൾപ്പെടുത്തി എന്തെങ്കിലും ഒരു കറികൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയും പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇങ്ങനെ ജീവിതചര്യയിൽ ഭക്ഷണം ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്രയും ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എനിക്ക് ഇത്രയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എനിക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ കമൻറ്റിൽ നിന്നും എനിക്കും പഠിക്കാനായിട്ട് സാധിക്കും. എൻ്റെ മിസ്റ്റേക്കുകളാണെങ്കിൽ എനിക്കത് മാറ്റി മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.